ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നാളത്തെ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. എന്ന് ഷോർട്ടായിട്ടേ പറയുന്നുള്ളൂ കേട്ടോ. അങ്ങനെ നാളെ നമ്മുടെ ശ്രുതിയുടെ അച്ഛനെ ഡിസ്ചാർജ് ആക്കുന്ന ദിവസമാണ്. പക്ഷെ ഡിസ്ചാർജ് ആക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മുടെ ശ്യാം ശ്രുതിയുടെ അച്ഛന്റെ റൂമിലേക്ക് ഐസിലേക്ക് കടക്കുന്നുണ്ട്. അതിനുശേഷം പറയുന്നുണ്ട്, അച്ഛനെ കാണുമ്പോൾ പേടിക്കൊന്നും വേണ്ട കേട്ടോ, ഞാൻ അച്ഛന് ഒന്നും ചെയ്യില്ല. ശരിക്കും പറഞ്ഞാൽ അച്ഛൻ ഉടനെ തന്നെ എന്റെ അമ്മായച്ഛനാവാൻ പോവാ, മനസ്സിലായില്ലേ? ശ്രുതിയുടെയും എന്റെ വിവാഹം ഉറപ്പിച്ചു, അച്ഛന്റെ ഭാര്യയും അതുപോലെ തന്നെ പെങ്ങളും കൂടിയിട്ട് എന്ന് പറയണം. അത് കേൾക്കണ ശ്രുതിയുടെ അച്ഛനാക്കി ദേഷ്യം കേട്ടോ. ദേഷ്യം വന്നിട്ടൊരു കാര്യമില്ല. പിന്നെ ഈ മോതിരം, അതായത് അഞ്ജലി ഇട്ട ഈ മോതിരം, ശരിക്കും പറഞ്ഞാൽ അഞ്ജലി എനിക്കൊരു പണച്ചാക്കു പോലെയാണ്. എനിക്ക് എല്ലാ സൗകര്യവും ഉണ്ട്. പണത്തിന് പണം, സ്നേഹത്തിന് സ്നേഹം, വീടിന് വീട്, സ്വത്ത് എല്ലാം ഉണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് ശ്രുതി മോളെയും കൂടി ഇഷ്ടപ്പെട്ടു പോയില്ലേ? അങ്ങനെ രണ്ടുപേരും ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അങ്കിൾ? ശ്രുതി മോളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ശ്രുതികുമാരി ലക്ഷ്മി ഉടനെ തന്നെ എൻ്റെ ഭാര്യയോ അച്ഛൻ ഈ കിടന്ന കിടപ്പിൽ തന്നെ ഞങ്ങളുടെ കല്യാണമൊക്കെ കാണണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കണ പോലെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോകാട്ടോ. അങ്ങനെ ശ്രുതിയുടെ അച്ഛനെ ഡിസ്ചാർജ് ആക്കുകയാണ്. ഡിസ്ചാർജ് ആകുമ്പോഴേക്കും ബില്ല് ശ്രുതി വിചാരിക്കണേക്കാളും അപ്പുറത്തും ആവുകട്ടോ. അതായത് ഇരട്ടി ആവുകയാണ്. ശ്രുതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. സാലറി ചോദിക്കാനുള്ള സമയം പോലും ആയില്ല. പക്ഷേ എങ്കിലും സാലറി ചോദിക്കാൻ വേണ്ടി അശ്വിന്റെ വീട്ടിലേക്ക് പോവാം. അവിടെ അശ്വിൻ പണിത്തിരക്കിലായിരിക്കും കേട്ടോ. അപ്പോൾ അഞ്ജലടുത്ത് പറയുന്നുണ്ട്, മാഡം ഈ മാസത്തെ പൈസ ഇത്തിരി നേരത്തെ തരുവാണെങ്കിൽ ബില്ലടക്കായിരുന്നു എന്ന് പറയാണ്. അങ്ങനെ അഞ്ജലി അശ്വിൻ്റെ അടുത്തേക്ക് ശ്രുതിനെ കൂട്ടിക്കൊണ്ട് പോവാണ്. ശ്രുതിയുടെ അച്ഛൻ്റെ ബില്ലൊക്കെ അടക്കണം, അപ്പോൾ ഈ മാസത്തെ സാലറി നമുക്ക് നേരത്തെ കൊടുക്കാവോ എന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞിട്ട് ഒപ്പിട്ട് കൊടുക്കുവാണ് ചെക്ക്. ആ ചെക്ക് കണ്ട ശ്രുതി ഞെട്ടിപ്പോവാണ്. 30,000 രൂപ സാലറി എന്ന് പറഞ്ഞിട്ട് 27,000 രൂപയാണ് ഇട്ടിരിക്കുന്നത്. ഇതെന്താ സർ 27,000 രൂപ, ബാക്കി 3,000 രൂപയുടെ 30,000 രൂപ സാലറി എന്ന് പറഞ്ഞതല്ലേ എൻ്റെ അടുത്ത് എന്ന് പറയാണ്. സർ കണക്ക് പറയണമെന്ന് വിചാരിക്കരുത്, എനിക്ക് അത്ര അത്യാവശ്യമാണ്, 1 രൂപക്ക് പോലും അത്ര ഞാൻ കണക്ക് കൂട്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നതെന്ന് പറയുകയാണ്. ആ സമയത്ത് ശ്രുതി അഞ്ജലി അടുത്ത് പറയേണ്ട, ചേച്ചി പറഞ്ഞു കൊടുക്കുക, അവൾക്ക് പറഞ്ഞു കൊടുക്കണം ടാക്സും കാര്യങ്ങളൊക്കെ പോയിട്ട് ഇത്രയും ഉണ്ടാവണമെന്ന് പറയണം. എന്തിനാ സർ ഈ ടാക്സ്? പാവങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ ടാക്സും കാര്യങ്ങളൊക്കെ, ഞങ്ങളെപ്പോലെ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടല്ലേ സർ? പിന്നെ ഞങ്ങൾ എന്തിനാ സർ അതിൽ നിന്ന് പൈസ കൊടുക്കണമെന്നൊക്കെ ചോദിക്കുകയാണ്. അശ്വിനൊന്നും പറയാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. അശ്വിൻ അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ്. ശ്രുതിക്കും ഇല്ലാത്ത വിഷമമാട്ടോ. ശ്രുതി ആ ചെക്ക് വാങ്ങിച്ചിട്ട് പോകുമ്പോൾ അഞ്ജലി പറയുന്നുണ്ട്, ശ്രുതി നോക്ക്, ഹോസ്പിറ്റൽ ബില്ല് എത്രയാന്ന് പറ, ബാക്കി ഞാൻ എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യാന്ന് പറയുകയാണെങ്കിൽ അവിടെ എത്തിയിട്ട് ബില്ലടക്കുമ്പോഴേക്കും എത്രയാന്നൊക്കെ പറയാനൊക്കെ അഞ്ജലി പറയുന്നുണ്ടെങ്കിൽ ശ്രുതി ആ ശരി എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് ആകെ തകർന്ന് പോവാണ്. അവിടുത്തെ നേഴ്സിനോട് പറയുന്നുണ്ട് ഈ ബില്ല് അടക്കണമെന്ന് പറയണം. ഇവിടെ നിന്നൊക്കെ ഒത്തിരി പൈസ ഒപ്പിച്ച് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ബാക്കി പൈസ ഞാൻ നാളെ അടക്കാൻ ഡോക്ടറിനോട് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ശ്രുതി പറയുമ്പോഴേക്കും, അയ്യോ മാഡം ഈ ബില്ല് അടച്ചതാണല്ലോ എന്ന് പറയണേ. അടച്ചതോ? അതെ അടച്ചു. ആരടയ്ക്കാൻ? ഞാനല്ലാതെ വേറെ ആരെടുക്കാൻ വഴിയില്ല. ഇല്ലില്ല, ഇപ്പം അടച്ചേ ഉള്ളൂ മാഡം. ആ സാർ ഇവിടെ പോയിട്ടുണ്ടാവില്ല, ആ പോകുന്ന സാറാ എന്ന് പറയുമ്പോൾ അശ്വിൻ തിരിഞ്ഞ് നടന്നിട്ട് അറ്റത്തേക്ക് എത്തി കേട്ടോ. ശ്രുതിക്ക് അപ്പം തന്നെ മനസ്സിലായി അശ്വിനാണെന്ന്. ശ്രുതി അപ്പം തന്നെ അശ്വിൻ്റെ അടുത്തേക്ക് ഓടുവാണ്. എന്തിനാ സർ, എന്തിനാ എന്നോട് ചോദിക്കാതെ അച്ഛൻ്റെ ബില്ലല്ല അടച്ചതെന്ന് ചോദിക്കുമ്പോൾ അശ്വിൻ ഒന്നും മിണ്ടുന്നില്ല. എന്തിനാ സർ, ഞാൻ നിങ്ങളുടെ സാലറി ചോദിച്ചപ്പോൾ അത് തരാൻ പോലും നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നല്ലോ, പിന്നെ എന്തിനാ ബില്ല് അടച്ചതെന്ന് പറയാണ്. ആ സമയത്ത് അശ്വിൻ ഒന്നും മിണ്ടുന്നില്ല. പക്ഷേ ശ്രുതിക്ക് കാര്യം മനസ്സിലായി. ശ്രുതിനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് അശ്വിൻ ഇവിടെയും വരെ തിരക്കുണ്ടായിട്ട് ഇവിടെ വരെ വന്ന് ബില്ലൊക്കെ അടച്ചത്. അതിനുശേഷം പെട്ടെന്ന് തന്നെ ശ്രുതി അവിടെ ഇരുന്ന് പോകുവാണ്. ശ്രുതി അവിടെ ഇരിക്കുമ്പോഴേക്കും അശ്വിൻ വിചാരിക്കുകയാണ് അവളൊന്ന് സമാധാനിപ്പിക്കണം, കാരണം അവൾ അത്ര തകർന്നിരിക്കുകയാണ്. അശ്വിനെ മനസ്സിലായി. അങ്ങനെ അശ്വിൻ ശ്രുതിയുടെ അടുത്ത് ഇരുന്നിട്ട് സമാധാനിപ്പിക്കണം. അപ്പോഴാണ് കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കുന്നില്ല, ഇങ്ങനെ പിടിച്ചിട്ട് ഞാനുണ്ട് കൂടെ എന്ന രീതിയിൽ ഇങ്ങനെ കൈ പിടിക്കുമ്പോഴേക്കും ശ്രുതിക്ക് അത് അശ്വിൻ പറയാതെ തന്നെ മനസ്സിലാവുന്നുണ്ട്. ശ്രുതിക്ക് അത് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ശരിക്കും ശ്രുതിയും അശ്വിനും തമ്മിൽ ഇനി വലിയ പിണക്കങ്ങളൊന്നും ഉണ്ടാവില്ല. അവർ തമ്മിലുള്ള ലവ് ട്രാക്കാണ്. ഇനി പരസ്പരം നോക്കിയും അതുപോലെ തന്നെ ലാവണ്യായിട്ടുള്ള കല്യാണം ഉറപ്പിക്കുക, അതായത് ഇനി അടുത്താഴ്ച നമ്മൾക്ക് ലാവണ്യായിട്ടുള്ള കല്യാണം ഉറപ്പിക്കലും കാര്യങ്ങളാണ്. അതേസമയം ആകാശിന്റെ പ്രീതിയുടെയും വിവാഹം, രണ്ടുപേരുടെയും എൻഗേജ്മെന്റ് ഒരു ദിവസം നടത്താനാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ പിന്മാറാനും ഒക്കെ അശ്വിൻ എങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കും. അതുപോലെ തന്നെ ശ്രുതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ലാവണ്യടുത്ത് തുറന്ന് സംസാരിക്കാൻ വേണ്ടി തീരുമാനിക്കും. ആ അനുഭവിക്കുന്ന ആ ഒരു മാനസിക പ്രശ്നം ഉണ്ടല്ലോ, എനിക്ക് ഇഷ്ടം ശ്രുതിനടുത്തൊരു ചെറിയ ഇഷ്ടമുണ്ട്, ഞാനും നീ വളരെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ജീവിച്ചു പോകുള്ളൂ, അങ്ങനത്തെ ഒക്കെ പറയണമെന്നുണ്ട്. പക്ഷെ അശ്വിൻ അത് പറയാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്ന ഒരു ഭാഗങ്ങളാണ് നമ്മൾ അടുത്ത ആഴ്ചക്കായിട്ട് കാണാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മളെല്ലാവരും കാത്തിരുന്ന ശ്രുതി അശ്വിൻ്റെ മാരേജിന് ഇനി 1 മാസം പോലും സമയമില്ല കേട്ടോ. അത്ര പെട്ടെന്നാണ് അവരുടെ മാരേജൊക്കെ പെട്ടെന്നാണ് ആവാൻ പോണത്. അപ്പോൾ മറ്റൊരു വീഡിയോ നാളെ രാവിലെ കാണാം. ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ, ബൈ ബൈ.